മാവൂരിൻ്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞുന്ന കെ പി വിജയേട്ടന് മാവൂർ മീഡിയയുടെ ആദരാഞ്ജലികൾ. മാവൂരിൻ്റെ സുവർണ കാലഘട്ടത്തിലും ഇപ്പോഴും കലാ കായിക രംഗത്ത് എന്നും വിജയേട്ടൻ നിറസാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. വിജയേട്ടൻ്റെ വിയോഗത്തിൽ മാവൂരിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. വിജയേട്ടൻ്റെ സൗഹൃദങ്ങളിൽ പ്രായവ്യത്യാസങ്ങളിലായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ് രാമൻ. വിജയേട്ടനും ഞാനും വർഷങ്ങളുടെ ബന്ധങ്ങളുള്ളത്, വളരെ കൂടുതൽ വർഷങ്ങളുടെ ബന്ധങ്ങളുള്ളത്. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെയൊക്കെ പോലെയാണ് ഞാൻ വിജയേട്ടനെ കണ്ടിരുന്നത്. സംഘടനാ രംഗത്താണെങ്കിൽ പോലും പൊതു പരിപാടികളിൽ പങ്കാളിത്തം വരുത്തുന്ന കാര്യത്തിലൊക്കെ വിജയേട്ടനെ ഒരു മാതൃകയാക്കി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ കണിശക്കാരനാണെങ്കിലും കാര്യങ്ങൾ വളരെ വെട്ടി തുറന്ന് പറയാൻ കഴിവുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് ഈ താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു വിജയേട്ടൻ്റെ ആ മരണ വാർത്ത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം ഇന്നലെ രാവിലെ മുതൽ ആ ബോഡി അടക്കം ചെയ്യുന്നത് വരെ ഇന്നലെ രാത്രി ഒരുപാട് ഞാൻ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം വിജയേട്ടൻ ഇല്ലാത്ത ഒരു ലോകത്ത് നമ്മളെ ബാക്കിയാക്കി വിജയേട്ടന് ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം മുഴുവൻ നമ്മളെ ഏൽപ്പിച്ച് വിജയേട്ടൻ കടന്നു പോകുമ്പോൾ അത് ഒരു ശൂന്യതയിൽ തന്നെയാണ് നമ്മളെല്ലാവരും പറയാതിരിക്കാൻ വഴിയില്ല. കാരണം അത്രയും പ്രയാസവും അത്ര സങ്കടവും അതീവ ദുഃഖത്തിലുമാണ് ഞങ്ങൾ. മാവൂരിലെ കലാ സാംസ്കാരിക രംഗത്ത് ആദ്യത്തെ സരിക, നവതാര, ധ്വനി, സംസ്കാര, അങ്ങനെ നിരവധി സംഘടനകൾ ആ കാലഘട്ടം മുതലേ മുരളിയേട്ടനെ മാവൂർ എല്ലാവർക്കും അറിയാം. മുരളിയേട്ടനും ആ സമയങ്ങളിൽ തന്നെ വിജയേട്ടനും ഇതിലൊക്കെ സജീവമായിരുന്നു. വിജയേട്ടൻ്റെ വിയോഗത്തിൽ മുരളിയേട്ടൻ എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ വിജയേട്ടൻ്റെ വിയോഗം എന്നെ വ്യക്തിപരമായി എനിക്ക് താങ്ങാനാവുന്നതിലപ്പുറം. ഞങ്ങൾ തമ്മിൽ 1980 കാലഘട്ടം മുതലുള്ള വളരെ അടുത്ത ഒരു ബന്ധമാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ പറയാം, മാവൂരിൽ വെച്ച് ഞങ്ങൾ സന്ധിക്കാറുണ്ട്, വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ മാവൂരിലെ കലാ സാംസ്കാരിക രംഗങ്ങൾ എന്നും ഒരാവേശമായിട്ടാണ് എനിക്ക് വിജയേട്ടനെ അനുഭവപ്പെട്ടുള്ളത്. ഏത് പരിപാടികളിലായാലും, പ്രത്യേകിച്ച് ചില ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടൊരു സുഹൃത്ത് രാധാകൃഷ്ണൻ പെട്ടെന്ന് നമ്മെ വിട്ടുപോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ട ഒരാളാണ് വിജയേട്ടൻ. കുറച്ച് വളരെ ദയനീയ അവസ്ഥകളിൽ ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി, അതിൽ പേരെടുത്ത് പറയാവുന്ന വിജയേട്ടൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തതും അതിനുവേണ്ടി ഒരു നല്ല സംഖ്യ സ്വരൂപിച്ചിട്ട് അവിടെ കൊണ്ടുകൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും എന്നോട് സംസാരിക്കാറ് നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം, പഴയ ക്ലബ്ബുകളൊക്കെ ഒന്നും കൂടി
രണ്ടാമതൊന്നും കൂടി നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം എന്നൊക്കെ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അതൊന്നും നടന്നില്ല. എങ്കിലും ഈ മാവൂരിലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഒരു ഉത്തമ മനുഷ്യനായിട്ടാണ് എനിക്ക് വിജയേട്ടനെ. വിജയേട്ടൻ മരിച്ചിട്ടില്ല. നമ്മുടെ ഓർമ്മകളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. For rich mattress for healthy sleep.